പൊതുവെ യുക്തിവാദികളെക്കുറിച്ച് പണ്ടേ ചിലരൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവം എന്ന് പറയുകയും ചെയ്യുന്നത് ഇവരാണ് എന്നാണ്. ഏതായാലും മതം, വിശ്വാസം, മാനവികത ഇതിനെക്കുറിച്ച് യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകരോട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും എൻ്റെ ചില ചിന്തകൾ അവതരിപ്പിക്കണമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. നേരത്തെ ധർമ്മരാജ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നത് ഈ സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സാമാന്യ ബോധത്തിൻ്റെ അകത്താണ്. ആ സാമാന്യ ബോധമാകട്ടെ ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നതാണ്. അത് നൂറ്റാണ്ടുകളായി നമ്മുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച ഒന്നാണ്. അതിനെ ചെറുത്ത് ഒരു വിശേഷബോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് ആളുകളും വളരെ കുറവായിരിക്കും. ഏതായാലും മതത്തിനും വിശ്വാസത്തിനുമൊക്കെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് നമുക്കറിയാം. മാനവികത എന്നതും തീർച്ചയായും പഴയ കാലം മുതൽ ഉണ്ട്. പക്ഷേ മാനവികത എന്ന ഒന്ന് ഒരു സവിശേഷ മൂല്യമായി ഉയർന്നു വരുന്നത് നവോത്ഥാന കാലത്താണ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും അങ്ങനെയാണ്. ലോക ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ ഇന്ന് പറയുന്ന നവോത്ഥാനം ആരംഭിച്ചത് യൂറോപ്പിലാണ്, ഇറ്റലിയിലാണ് എന്നൊക്കെ. എങ്ങനെയാണ് അവിടെ മാനവികത ഉയർന്നു വന്നത്? വർത്തമാന കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം നേരത്തെ ധർമ്മരാജ മാഷ് പറഞ്ഞു. മാത്രമല്ല, ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായും വർത്തമാനകാലത്തെ അതുമായി താരതമ്യപ്പെടുത്തി നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ചെയ്യും. കാരണം ദൈവത്തെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ലാത്ത ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത് വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 2023 പുതിയൊരു സെൻസർ ബോർഡ്, ഒരു സമാന്തര സെൻസർ ബോർഡ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് സിനിമ രംഗത്ത്. അതിൻ്റെ പേര് ധർമ്മ സെൻസർ ബോർഡ് എന്നാണ്. അത് സംഘപരിവാറിൻ്റെ ആളുകൾ ഉണ്ടാക്കിയ ഒരു സമാന്തര സെൻസർ ബോർഡാണ്. സിനിമകളിലെ ഹിന്ദുമത വിരുദ്ധവും ദൈവവിരുദ്ധവുമായ കാര്യങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ സെൻസർ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും ഇനി പറയാൻ പറ്റില്ല എന്ന അവസ്ഥ വരുന്നു. പക്ഷേ ചരിത്രത്തിൽ നേരത്തെ ധർമ്മരാജ മാഷ് സൂചിപ്പിച്ചു, പ്രാചീന കാലം മുതൽ തന്നെ ദൈവത്തെ ചിലരെങ്കിലും പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ നവോത്ഥാന കാലമാകുമ്പോഴേക്ക് വളരെ വ്യാപകമായി ദൈവത്തെ ചോദ്യം ചെയ്യാനും പ്രശ്നവൽക്കരിക്കാനും തുടങ്ങി. നവോത്ഥാന മൂല്യങ്ങളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ മതനിരപേക്ഷത വരുന്നുണ്ട്, ജനാധിപത്യം വരുന്നുണ്ട്, യുക്തിബോധം വരുന്നുണ്ട്, മാനവികത വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ചരിത്രപരമായി ഉണ്ടായത് എന്ന ചെറിയൊരു പരിശോധന മാത്രമാണ് നടത്തുന്നത്. സത്യത്തിൽ ഹ്യൂമാനിറ്റി, മാനവികത എന്ന വാക്ക് ഒരു മൂല്യമായി ഉയർന്നു വരുന്നത് ഡിവൈനിറ്റി, ദിവ്യത്വം എന്ന വാക്കിൻ്റെ എതിർവാക്കായിട്ടാണ്. അതുവരെ നേരത്തെ ധർമ്മരാജ മാഷ് പറഞ്ഞതുപോലെ ലോകം ദൈവകേന്ദ്രിതമായിരുന്നു, എല്ലാം ദൈവമാണ് ഉണ്ടാക്കുന്നത് എന്ന് കരുതിയിരുന്നു, മനുഷ്യൻ വളരെ താണവനാണ് എന്ന് കരുതിയിരുന്നു. അതുകൊണ്ട് പഴയകാല ചിത്രങ്ങളിൽ പോലും മനുഷ്യരെ പിശാചിന്റെ രൂപത്തിലാണ് വരച്ചിരുന്നത്. പ്രത്യേകിച്ചും യൂറോപ്പിൽ, ഇറ്റലിയിൽ മനുഷ്യനൊന്നും ചെയ്യാനില്ല. വിൽ ഡ്യൂറന്റിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, അക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായാൽ, കൊടുങ്കാറ്റുണ്ടായാൽ ആളുകൾ ഓടി രക്ഷപ്പെടാൻ പോലും ശ്രമിച്ചിരുന്നില്ല. കാരണം ദൈവമാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്, നമ്മൾ എന്തിനാ വെറുതെ ഓടുന്നത്? ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മൾ രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് കരുതിയിരുന്ന, അത്രമാത്രം മനുഷ്യൻ ദുർബലനായി കരുതിയിരുന്ന ഒരു കാലം. എല്ലാം വിധിയാണ്, പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്ന് കരുതിയിരുന്ന ഒരു കാലം. ഈ കാലത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് നവോത്ഥാനം ചെയ്ത ഏറ്റവും വലിയ സംഭാവന. അവിടെയാണ് ഈ ഡിവൈനിറ്റിക്ക് പകരം ഈ പറയുന്ന ഹ്യൂമാനിറ്റി എന്ന ഒരു മൂല്യം കടന്നു വരുന്നത്. അത് ആദ്യം പ്രകടമായത് ചിത്രകലയിലാണ്. അക്കാലത്ത് ഇറ്റലിയിലൊക്കെ ചിത്രം എന്നത് ബൈബിളുമായി ബന്ധപ്പെട്ടതാണ് മിക്കതും. പക്ഷേ ആ ചിത്രങ്ങളിൽ പോലും എങ്ങനെയാണ് സൂക്ഷ്മമായി മാനവികത കടന്നു വന്നതെന്നതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് യേശുവിൻ്റെ ചിത്രം, ഉണ്ണിയേശുവിൻ്റെ ചിത്രം ഡൂച്ചിയോ എന്ന ചിത്രകാരൻ വരച്ചപ്പോൾ ആ ഉണ്ണിയേശുവിന് പ്രത്യേകത ഉണ്ടായിരുന്നു. ഉണ്ണിയേശു ചെറിയ കുട്ടിയാണ്, പക്ഷേ ആ കുട്ടിയുടെ മുഖം ഒരു 35 വയസ്സുള്ള ഒരാളുടെ മുഖം പോലെയാണ്. വളരെ ഗൗരവത്തിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ഉണ്ണിയേശുവായിരുന്നു. അതിനാണ് അഡൾട്ട് ചൈൽഡ് എന്ന്
നിരൂപകന്മാർ പറയുന്നത്. കാരണം ഇത് ദൈവമാണല്ലോ. ദൈവത്തിൻ്റെ മുഖം എങ്ങനെയാ വരക്കുക? വലിയ ആശയക്കുഴപ്പമായിരുന്നു. കുട്ടിയെ പോലെ വരക്കാൻ പാടില്ലല്ലോ. ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന വലിയ ദൈവമല്ലേ. എന്നാൽ റാഫേലിൻ്റെ ചിത്രം വരുന്നു. ടെമ്പി മഡോണ എന്ന ചിത്രം റാഫേൽ വരക്കുന്നു. അതിൽ ഉണ്ണിയേശു തന്നെയാണ് കഥാപാത്രം. പക്ഷേ റാഫേലിൻ്റെ ചിത്രത്തിൽ വരുമ്പോഴേക്ക് ഈ കുട്ടിയുടെ മുഖത്ത് കുട്ടിത്തം വരുന്നു. എൻ്റെയും നിങ്ങളുടെയും കുട്ടിയുടെ മുഖത്തെ അതേ കുസൃതി, അതേ തിളക്കം, അതേ കുട്ടിത്തം യേശുവിൻ്റെ മുഖത്ത് വരുന്നു. അവിടെയാണ് മാനവികത എന്ന ഒന്ന് കടന്നു വരുന്നത്. കാരണം മനുഷ്യന്റെ സ്വഭാവം ദൈവങ്ങൾക്ക് കിട്ടുന്നു എന്നതാണ്. മാത്രമല്ല ചിത്രങ്ങളുടെ പശ്ചാത്തലം, അതുവരെ ഈ ദൈവങ്ങളൊക്കെ സ്വർഗത്തിലാണ് എന്നാണല്ലോ കരുതിയിരുന്നത്. സ്വർഗം ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് പശ്ചാത്തലത്തിൽ മഞ്ഞ നിറമാണ് കൊടുത്തിരുന്നത്. കാരണം മഞ്ഞ സ്വർണത്തിന്റെ നിറമാണ്. അപ്പോൾ സ്വർഗം മുഴുവൻ സ്വർണമായിരിക്കും എന്ന് കരുതി. പക്ഷേ നവോത്ഥന കാലത്തോടുകൂടി നമ്മുടെ ചിത്രങ്ങളുടെ പശ്ചാത്തലം മാറുന്നു. യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലാൻഡ്സ്കേപ്പുകൾ വരുന്നു. പുഴ, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ഭൂഭാഗ ഭംഗികൾ വരുന്നു. നമ്മൾ കണ്ട കാര്യങ്ങൾ ചിത്രങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ കാണാത്ത സ്വർഗത്തേക്കാൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുമാണ് പശ്ചാത്തലമായി വരേണ്ടത് എന്ന് ചിത്രകാരന്മാർ തീരുമാനിക്കുന്നു. ഇത് വളരെ സ്വാഭാവികമായി ഈ മാനവികത എന്ന സംഗതിയിലേക്ക് വരികയാണ്. അതുപോലെ മനുഷ്യരൂപങ്ങൾ, പ്രത്യേകിച്ച് നഗ്നരൂപങ്ങൾ വരുന്നു. മനുഷ്യന്റെ ശക്തിയെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെയുള്ള വിളംബരങ്ങളായി അത്തരത്തിലുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ മാറും. ഇങ്ങനെ കുറേശ്ശെയായി ഈ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് മനുഷ്യർ വരുന്നു. അതുവരെ പൗരോഹിത്യം പറഞ്ഞ, മതം പറഞ്ഞ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. സൂര്യൻ ഭൂമിയാണ് ചുറ്റുന്നത് എന്നതിനെ കോപ്പർനിക്കസ് ചോദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗലീലിയോ ചോദ്യം ചെയ്യുന്നു. ബ്രൂണോ ചോദ്യം ചെയ്യുന്നു. ബ്രൂണോ പുരോഹിതനായിരുന്നു, അദ്ദേഹത്തെ ചുട്ടുകൊന്നു. ഗലീലിയോയെ വീട്ടുതടങ്കലിൽ അടച്ചു. കോപ്പർനിക്കസിന് തൻ്റെ കണ്ടുപിടുത്തം പുറത്ത് പറയാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ മനുഷ്യൻ ഈ പറയുന്ന പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുന്നു, പുതിയ അന്വേഷണങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന ദൈവവിധിക്ക് കീഴടങ്ങിയിരുന്ന മനുഷ്യർ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയരാൻ തുടങ്ങുന്നു. ഹ്യൂമാനിറ്റി എന്നത് ഡിവൈനിറ്റി എന്നതിന്റെ പകരമായി വരാൻ തുടങ്ങുന്നു. അങ്ങനെയല്ല എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് അതുവരെ മതങ്ങൾ പറഞ്ഞതുപോലെ, പുരോഹിതന്മാർ പറഞ്ഞതുപോലെ സൂര്യൻ ഭൂമിയാണ് ചുറ്റുന്നത് എന്ന് വിശ്വസിച്ച് അതിനെ ചോദ്യം ചെയ്യാതെയാണ് മനുഷ്യർ കഴിഞ്ഞതെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ എവിടെയായിരിക്കും? നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടാവുമോ? വല്ലതും ഉണ്ടാവുമോ? കാരണം ഇങ്ങനെ ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന സംഗതി കണ്ടുപിടിച്ചതുകൊണ്ടാണല്ലോ നമുക്ക് ഉപഗ്രഹങ്ങൾ അയക്കാനും ഈ പറയുന്ന സകല കണ്ടുപിടുത്തങ്ങളും നടത്താനും ഒക്കെ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് മനുഷ്യരാശി മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാവും. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ ധർമ്മരാജ മാഷ് പറഞ്ഞു, ഒരു കാലത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന കവികൾ ഉണ്ടായിരുന്നു. തീർച്ചയായും എവിടെ നോക്കിയാലും നമ്മൾ ഈ സ്തുതികൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു മാർക്കറ്റ് കൂടിയാണ്. പക്ഷേ ദൈവത്തെ പ്രശ്നവൽക്കരിക്കുക എന്ന സംഗതി തീർച്ചയായും ചെറിയ രൂപത്തിലെങ്കിലും പഴയ കാലത്തുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കവിത, ചിരാമ കവിയുടെ രാമചരിതം മുതൽ ഇങ്ങോട്ട് മലയാള കവിതയ്ക്ക് ചരിത്രമുണ്ട്. പക്ഷേ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ കവിതയ്ക്ക് ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ദൈവമായിരുന്നു. ഒന്നുകിൽ രാമന്റെ കഥ, അല്ലെങ്കിൽ കൃഷ്ണന്റെ കഥ, ഒന്നുകിൽ രാമായണം, അല്ലെങ്കിൽ മഹാഭാരതം. ഈ കഥകൾ മാത്രമാണ് നമ്മുടെ കവിതയിൽ വന്നിരുന്നത്. അത് എഴുത്തച്ഛനാണെങ്കിലും ചെറുശ്ശേരി ആണെങ്കിലും കുഞ്ചനമ്പ്യാരാണെങ്കിലും ഈ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് കുമാരനാശാന്റെ ഒക്കെ കാലം വരുമ്പോഴാണ് മനുഷ്യ കഥകൾ നമ്മുടെ കവിതയിലേക്ക് വരാൻ തുടങ്ങിയത്. ദൈവകഥകളിൽ നിന്ന് മനുഷ്യ കഥകളിലേക്കുള്ള വളർച്ച, അതാണ് നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ എഴുത്തച്ഛൻ നമ്മൾ എവിടെയാണ് നിർത്തുക? 9-ാം നൂറ്റാണ്ടോടുകൂടി നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായി വരുന്നു. ക്ഷേത്ര കേന്ദ്രിതമായ വിശ്വാസം ഉണ്ടാകുന്നു. പക്ഷെ ആ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമില്ല. ഉണ്ണിയാടി ചരിതത്തിൽ പോലും ആ നാട്ടിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എഴുത്തച്ഛൻ ഒരിക്കലും ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ക്ഷേത്ര കേന്ദ്രിത വിശ്വാസത്തിന് പകരം ഭാഷാ കേന്ദ്രിത വിശ്വാസം ഉയർത്തിപ്പിടിച്ച ആളാണ്. നാമം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം. ദൈവനാമങ്ങൾ വെറുതെ ഉച്ചരിക്കുക എന്ന സ്ഥലത്തേക്ക് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു. ഏതായാലും ദൈവകഥകൾക്ക് പകരം മനുഷ്യ കഥകൾ വരുന്നു. ഇത് കവിതയിൽ മാത്രമല്ല, സിനിമയിൽ. സിനിമ നമുക്കറിയാം പിൽക്കാലത്തുണ്ടായ ഒരു കലയാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനത്തും ഉണ്ടായ ആദ്യത്തെ സിനിമ മുഴുവൻ ദൈവകഥകളാണ്. തമിഴിലായിക്കോട്ടെ, കന്നഡയിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, എല്ലായിടത്തും വരുന്ന ദൈവകഥകളാണ്.
പക്ഷെ കേരളത്തിലെ ആദ്യത്തെ സിനിമകളൊന്നും ദൈവകഥകളല്ല, മനുഷ്യകഥകളാണ്. എസ് സി ഡാനിയൽ വിഗതകുമാരൻ എടുക്കുന്നു, കമൽ പിന്നീട് സെല്ലുലോയിഡ് എന്ന സിനിമ അതിനെക്കുറിച്ച് എടുത്തിരിക്കുന്നു. അപ്പോൾ കൃത്യമായി കമൽ അതിൽ പറയുന്നുണ്ട്, അതിലെ ജെ സി ഡാനിയൽ ഒരു സിനിമാ തിയേറ്ററിൽ പോയി പ്രൊജക്ടർ റൂമിൽ പോയിട്ട് ഈ പ്രൊജക്ഷൻ നടത്തുന്ന കുട്ടിയോട് പറയുന്നുണ്ട്, ദൈവകഥകൾ കണ്ട് നമുക്ക് മടുത്തു, ഇനി മനുഷ്യകഥകൾ വരട്ടെ. അങ്ങനെയാണ് വിഗതകുമാരൻ എന്ന സിനിമ വരുന്നത്. അത് ദൈവകഥയല്ല, മഹാഭാരതത്തിലോ രാമായണത്തിലോ കഥയല്ല അത്. ആദ്യത്തെ സംസാര ചിത്രം ബാലൻ, അത് ദൈവകഥയല്ല. ആദ്യകാലത്തിറങ്ങിയ ദൈവകഥകൾ അമ്പേ പരാജയമായിരുന്നു, ആരും അത് കാണാൻ പോയില്ല. എന്ന് പറഞ്ഞാൽ ദൈവകഥകളെക്കാൾ മനുഷ്യകഥകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു. അത് കേൾക്കാൻ ആളുകൾക്ക്, കാണാൻ ആളുകൾക്ക് താല്പര്യം കൂടുന്നു. ഇത് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മനുഷ്യർ വരുന്നു, ഈ പറയുന്ന ഡിവൈനിറ്റിയുടെ സ്ഥാനത്തേക്ക് ഹ്യൂമാനിറ്റി വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാഹിത്യത്തിൽ, അതുപോലെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ സിനിമയിൽ എല്ലായിടത്തും ഈ മാനവികത എന്ന ഒന്ന് എങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ കവിതകളിൽ വരുന്നുണ്ട്, വളരെ വളരെ കൃത്യമായി വരുന്നുണ്ട്, നമ്മുടെ സമരങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ധർമ്മരാജ മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ സമൂഹം അത് യുക്തി അധിഷ്ഠിതമായിരിക്കണം. സാമൂഹിക ഘടന അയുക്തികമായ ഒരു സാമൂഹ്യ ഘടനയല്ല വേണ്ടത് എന്ന ചിന്തയാണ്. അവിടെ തീർച്ചയായും യുക്തി വളരെ പ്രധാനമായി വരുന്നുണ്ട്. എന്തായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട പ്രശ്നം? എന്താണ് ദൈവത്തിന് അവിടെയുള്ള സ്ഥാനം? വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള സമൂഹം തന്നെയാണ് പഴയകാലത്തും. പക്ഷേ ആ വിശ്വാസത്തെ പോലും എങ്ങനെയാണ് യുക്തിപൂർവം ആളുകൾ കാണാൻ തുടങ്ങിയത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. ആ സമയത്ത് ഗാന്ധിജി വന്ന കഥ നമുക്കറിയാം. ഗാന്ധിജി ആ ക്ഷേത്രത്തിൻ്റെ ഉടമയും അക്കാലത്തെ ജന്മിയുമായ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുമായി സംസാരിച്ച കാര്യം നമ്മൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്താണ്. അന്ന് ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയോട് ഗാന്ധി ചോദിച്ചത്, ഇത് ക്ഷേത്രത്തിന് മുന്നിലെ റോഡാണ്, ഇത് ക്ഷേത്രത്തിൻ്റെ റോഡല്ല, PWD റോഡാണ്, അതിലൂടെ നിങ്ങൾ അധസ്ഥിതർ എന്ന് പറയുന്ന, താണജാതിക്കാരെന്ന് പറയുന്ന ആളുകൾ നടന്നാൽ എന്താണ് കുഴപ്പം? ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറണമെന്ന് പോലും അവർ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി പറഞ്ഞ ഒരു മറുപടിയാണ്, എല്ലാ കാലത്തും ദൈവത്തെ എങ്ങനെയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം. നമ്പ്യാതിരി പറഞ്ഞത്, അവർ കള്ളന്മാരോ കൊള്ളക്കാരോ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഗാന്ധി ചോദിക്കുന്നുണ്ട്, അവർ കള്ളന്മാരോ കൊള്ളക്കാരോ ഒന്നും അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ വിഗ്രഹം മോഷ്ടിക്കും എന്ന് ഭയന്നിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞത്, കള്ളന്മാരോ കൊള്ളക്കാരോ ആണെങ്കിൽ സാരമില്ല, കുഴപ്പമില്ല, പക്ഷേ ഇവർ താണജാതിക്കാരാണ്. ഇവർ താണജാതിക്കാരായി ജനിച്ചത് കഴിഞ്ഞ ജന്മത്തിലെ പാപം കൊണ്ടാണ്. ഈശ്വരനാണ് അവരെ അങ്ങനെ താണജാതിക്കാരായി ജനിപ്പിച്ചിരിക്കുന്നത്. ഈശ്വരൻ ഉണ്ടാക്കിയത് മനുഷ്യന് മാറ്റാൻ പറ്റില്ല. ഫ്യൂഡൽ വ്യവസ്ഥ നിലനിന്നതിൻ്റെ അടിസ്ഥാനം നേരത്തെ മാഷ് പറഞ്ഞു, ഈശ്വരൻ ഉണ്ടാക്കിയത് മനുഷ്യനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഭൂമി കേന്ദ്രിതമായൊരു വ്യവസ്ഥയാണ്, നമുക്കറിയാം. ഈ ഫ്യൂഡൽ കാലത്ത് ഒരു നാട്ടിൽ ഒരു ജന്മിയേ ഉള്ളൂ, അല്ലെങ്കിൽ അപൂർവ ജന്മിമാരേ ഉള്ളൂ. 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് കുടിയാന്മാരുണ്ട്. ഈ കുടിയാന്മാരൊന്ന് ഊതിയാൽ പറന്നു പോകാവുന്ന അത്രയും ജന്മിമാരേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുടിയാന്മാർ ജന്മിത്വത്തെ അതേപോലെ അനുസരിച്ചത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇത് ദൈവമാണ് ഇയാളെ ജന്മിയാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ തലവിധിയാണ്, ഇത് വേറെ ആർക്കും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന സംഗതി ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു സാമാന്യ ബോധമാക്കി മാറ്റാൻ സാധിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, രാജാവ് പ്രത്യക്ഷ ദൈവതം, രാജാവ് ദൈവമാണ്. അപ്പൊ ആദ്യം പറഞ്ഞു പഠിപ്പിച്ച് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞത് രാജാവ് ദൈവമാണ്, അപ്പൊ രാജാവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. പിന്നെ ബ്രാഹ്മണന്റെ ഒരു പര്യായം തന്നെ ഭൂസുരൻ എന്നാണ്, ഭൂമിയിലെ ദൈവം എന്നാണ്. അപ്പോൾ ബ്രാഹ്മണനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവമാണ് ഇതിൻ്റെ എല്ലാം കാരണം. അതുകൊണ്ട് ദൈവത്തെ ആണെങ്കിൽ എതിർക്കാനും പാടില്ല. അതുകൊണ്ട് ജന്മി സമം ദൈവം, രാജാവ് സമം ദൈവം. ഈ ദൈവത്തെ ഭയന്ന് ആളുകൾ കഴിയുന്നു. ഇതിനെ എങ്ങനെയാണ് വൈക്കത്ത് ചോദ്യം ചെയ്തത് നമുക്കറിയാം. കുമാരനാശാനാണ് അന്നത്തെ നിയമസഭയിൽ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത്. ഈ റോഡിലൂടെ നടക്കാൻ സർക്കാരിൻ്റെ ഉത്തരവുണ്ട്,
നടക്കാമെന്ന് കോടതി പറയുന്നുണ്ട്, നിയമമുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന മറ്റെന്താണുള്ളത്? എന്തോ ഒരു സംഗതിയുണ്ട്. ആശാൻ പറഞ്ഞു, ഇതിനെയാണ് നിങ്ങൾ ആചാരം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്ത മറ്റെന്തോ ഒരു ശക്തി വന്നിട്ട് ഉണ്ടാക്കിയ സംഗതിയാണ് ആചാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളുകളെ അടിമകളാക്കി മാറ്റുകയാണ്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് യുക്തി ഉപയോഗിച്ചത്? ഇപ്പൊ അന്നത്തെ ഒരു പത്രം ജനരഞ്ജിനി എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ചെറിയ പത്രമാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ധാരാളം വാർത്തകളും മുഖപ്രസംഗങ്ങളൊക്കെ വന്ന ഒരു പത്രമാണ്. ആ പത്രം ചോദിച്ചൊരു ചോദ്യമുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവന്റേതാണ്, മഹാദേവനാണ്. ശിവന്റെ മകനാണല്ലോ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ കല്യാണം കഴിച്ചിരിക്കുന്ന വള്ളിയെയാണ്. വള്ളി പറയുന്ന പോലെയാണെങ്കിൽ ഒരു താണജാതിക്കാരിയാണ്. സ്വന്തം മകൻ ഒരു താണജാതിക്കാരിയെ വിവാഹം കഴിച്ചതിൽ ശിവന് പ്രശ്നമൊന്നുമില്ല. ആ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അങ്ങനെയുള്ള ശിവൻ തൻ്റെ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിലൂടെ ഈ പറയുന്ന താണജാതിക്കാർ നടന്നാൽ അദ്ദേഹത്തിന് അശുദ്ധി വരും എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. ഇത് അന്നത്തെ ഒരു പത്രം ചോദിച്ച ചോദ്യമാണ്. അപ്പൊ എങ്ങനെയാണ് വിശ്വാസത്തെ പോലും യുക്തിപൂർവ്വം സമീപിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. പിന്നീട് വൈക്കം സത്യഗ്രഹമൊക്കെ നടന്നു. 603 ദിവസം നീണ്ടുന്ന സത്യഗ്രഹം നടന്നു. നമുക്കറിയാലോ, പിന്നീട് 57 കേരളത്തിൽ EMS ഗവൺമെന്റ് വരുന്നു, ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നു, ജന്മിത്വം അവസാനിക്കുന്നു, ഇണ്ടന്തുരുത്തിക്കാരുടെ ഭൂമിയൊക്കെ കുടിയന്മാർക്ക് കിട്ടുന്നു, അവസാനം ആ മന അവർ വിൽക്കുന്നു, അവസാനം വൈക്കം താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ അത് വാങ്ങുന്നു. ഇണ്ടന്തുരുത്തി മന അതിലെ നമ്പ്യാതിരി ഇരുന്ന അതേ മുറിയിൽ ഇപ്പോൾ അവിടുത്തെ ചെത്തു തൊഴിലാളികൾ ഇരിക്കുന്നു. ഈ മാറ്റം ആര് വരുത്തി? ഈശ്വരൻ ഉണ്ടാക്കിയത് മനുഷ്യന് മാറ്റാൻ പറ്റില്ല എന്നാണ് നമ്പ്യാതിരി പറഞ്ഞത്. ഇത് മാറ്റിയത് മനുഷ്യരല്ലേ? അപ്പോൾ ഇങ്ങനെ കേരളം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അടയാളപ്പെടുത്തലുകളായി നമുക്ക് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ധാരാളം സാഹിത്യ കൃതികളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും ദൈവമല്ല ഉണ്ടാക്കുന്നത്, മനുഷ്യനാണ് ഉണ്ടാക്കുന്നത് എന്ന ഒരു വിശേഷ ബോധത്തിലേക്ക് അന്നത്തെ സമൂഹത്തെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, എഴുത്തുകാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അറിയാതെ ആ അന്തരീക്ഷത്തിൽ ആളുകളൊക്കെ ദൈവത്തെ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. കവിതയിലേക്ക് വരികയാണെങ്കിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അദ്ദേഹം വാഴക്കുല എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു കവിത ഭാവത്രയം എന്ന കവിത എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരും ഈശ്വരേച്ഛയല്ല, ആകിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ. ഈശ്വരനെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാലോ. അന്ന് ചങ്ങമ്പുഴ അത് എഴുതിയപ്പോൾ ആർക്കൊരു പ്രശ്നം തോന്നിയില്ല. കാരണം എന്താണ് ചങ്ങമ്പുഴ പറഞ്ഞതിൻ്റെ അർത്ഥം? പണക്കാരൻ്റെ മക്കൾ പാൽ കുടിക്കുന്നു, പാവങ്ങളുടെ മക്കൾ ഉമിനീര് മാത്രം കുടിക്കുന്നു, എന്നിട്ട് ഇതെല്ലാം ഈശ്വരന്റെ മക്കളാണെന്ന് പറയുന്നു. ഇങ്ങനെ 2 തരത്തിൽ മക്കളെ വളർത്തുന്ന ഒരു അച്ഛനാണ് ഈശ്വരനെങ്കിൽ ആ ഈശ്വരനെ ചവിട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൽ അടിവരയിട്ട് പറയേണ്ട കാര്യം ഈശ്വരേച്ഛയല്ല. പട്ടിണി, ദാരിദ്ര്യം, ഈ പറയുന്ന ജാതീയത, തൊട്ടുകൂടായ്മ, ഇതൊന്നും ഈശ്വരേച്ഛയല്ല. അപ്പൊ നവോത്ഥാനത്തിന്റെ ഒരു കാച്ചിക്കുറുക്കി രൂപമാണ് ചങ്ങമ്പുഴ പറഞ്ഞിരിക്കുന്നത്, ഈശ്വരേച്ഛയല്ല എന്ന ഒരു ആശയം. നിങ്ങൾ നോക്കുക, ആദ്യകാലത്തെ എല്ലാ കൃതികളും അത് കാണാം. ഈ ദൈവത്തിനെതിരായി കവിത എഴുതാത്ത ആളുകൾ സത്യത്തിൽ നല്ല കവികൾ ആരും ഇല്ല കേരളത്തിൽ. അക്കിത്ത് എഴുതിയിട്ടുണ്ട്, മിക്കവാറെല്ലാം വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്, പിന്നീട് ദൈവത്തിനെതിരായിട്ടും എഴുതിയിട്ടുണ്ട്. നാടകങ്ങൾ, പാട്ടബാക്കി നാടകം നമുക്കറിയാം, കെ ദാമോദരൻ്റെ. പാട്ടബാക്കി നാടകത്തിൻ്റെ 2ാമത്തെ രംഗത്തിൽ എന്താണ് പറയുന്നത്? ആ കൊച്ചുകുട്ടി അമ്മയോട് സംസാരിക്കുകയാണ്. ആ കിട്ടുണ്ണിയുടെ അനിയൻ പട്ടിണിയാണ്, വിശപ്പാണ്. അമ്മേ, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അമ്മ പറയും, സാരമില്ല മോനെ, എല്ലാം സഹിക്കൂ. അപ്പം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പട്ടിണിക്കാരാവുന്നത്? അപ്പം അമ്മ പറയുന്നുണ്ട്, അതെല്ലാം ദൈവമാണ് അതിന് കാരണം, നമ്മുടെ തലവിധിയാണ് മോനെ. അപ്പം ചെറിയ കുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ ഈശ്വരൻ ചത്താലേ നമുക്ക് സന്തോഷം ആവുമല്ലേ അമ്മേ? അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. അപ്പം ഈശ്വരനാണ് ഇതിൻ്റെ എല്ലാം കാരണമെങ്കിൽ ഈശ്വരൻ ചാവണം എന്ന് പറയുന്ന സംഗതി അത് ഒരു പുതിയ സംഗതിയല്ല, അക്കാലത്തെ എല്ലാ സാഹിത്യ കൃതികളിലും ഉണ്ടായതാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഇത് ദൈവത്തിനെതിരായി പറഞ്ഞതാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത്രയേ ഉള്ളൂ,
ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു ജന്മിത്വം അതിന് തുറന്നു കാണിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് കൃതികൾ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ നോവലിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ വാരണാസിയിൽ വെച്ചിട്ട് അമ്മ ഈ തങ്കനായർ അവർക്ക് അസുഖമാണ്, അവർക്ക് പെട്ടെന്നൊരു ക്ഷീണം വന്നപ്പോൾ ഡോക്ടറായ മകൻ കൂടെയുണ്ട്. മകൻ പറയുന്നു, അമ്മയെ ഗുളികയൊക്കെ കഴിക്കണം. അമ്മ പറയുന്നു, ഈശ്വരൻ്റെ മുമ്പിൽ വേറെ മരുന്ന് വേണ്ട മോനെ. അപ്പം ഈ മകൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞങ്ങളുടെ തലമുറ അങ്ങനെയല്ല അമ്മയെ പഠിച്ചത്. ഇന്നത്തെ കാലത്ത് ശാസ്ത്രമാണ് ദൈവം എന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഇത് ലളിതാംബിക അന്തർജനം അത്രയും യാഥാസ്ഥിതികമായ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരി ഒരു സംഭാഷണത്തിലൂടെ അതിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ കവിതയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയായി എടുത്തു പറയേണ്ട ഒരാളുടെ പേര് വയലാറിൻ്റെ പേരാണ്. വയലാറിൻ്റെ കവിത വളരെ കൃത്യമാണ് ഈ കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ നമുക്കറിയാലോ, ഒരു കിഴവൻ വീട്ടിൽ വന്ന് ഈ കവിയുമായി ചില തർക്കത്തിലൊക്കെ ഏർപ്പെട്ട് ദേഷ്യം വന്ന് പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ദൈവമാണെന്ന് പറയുമ്പോൾ കിഴവനോട് കവി ചോദിക്കുന്നു, ഇപ്പോൾ വേറെ പണിയൊന്നുമില്ല അല്ലേ, എന്നാൽ പിന്നെ ഇവിടെ വീട്ടുവിലക്കെ നിൽക്കുന്നു ചോദിക്കുന്നു. അപ്പോൾ അമ്മ ചോദിച്ചിട്ട്, ആരാമനെ അത് അമ്മ ദൈവമാണ്, നമുക്ക് അയാളെ വീട്ടുപണിക്ക് നിർത്തിയാലോ. അപ്പോൾ അമ്മ ചോദിക്കും, ആരാണ് മോനെ, കിഴവനല്ലേ, ആരായാൽ എന്തമ്മേ ദൈവമല്ലേ. കാരണം ദൈവത്തിന് പഴയ പണികളൊന്നും ഇപ്പോൾ ഇല്ല. കാരണം പഴയ കാലത്ത് ദൈവമാണ് അസുഖം ഉണ്ടാക്കിയെന്ന് കരുതിയിരുന്നു. പിന്നെ മനസ്സിലായി അല്ല, രോഗാണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയാ പോവുക? അസുഖം വന്നാൽ അമ്പലത്തിൽ പോവോ, ആസ്പത്രി പോവോ എന്ന് ചോദിച്ചാൽ ആസ്പത്രി പോവും. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോവും, ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നില്ല. ചിക്കൻ ബോക്സ് വന്നാൽ മന്ത്രവാദം നടത്തിയാൽ ശരിയാവുമെന്ന് കരുതിയിരുന്നു. അവിടെ എന്തെങ്കിലും ചികിത്സയെല്ലാം മറിച്ച് എന്തെങ്കിലും വഴിപാട് നേർന്നാൽ ശരിയാവും എന്ന് കരുതിയിരുന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ കണ്ണൂരുകാരനാണ്, മാടായിക്കാവ് എന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. കാവാണ്, പിന്നെ അത് ക്ഷേത്രമാക്കി മാറ്റി. അവിടെ ആണ് ചിക്കൻ ബോക്സ് വന്നാൽ അവിടെയാണ് ഈ പറയുന്ന വഴിപാടൊക്കെ നടത്തേണ്ടത്. കാരണം അത് ദേവിയാണല്ലോ ഈ വിത്ത് എറിഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ചിക്കൻ ബോക്സ് ഒന്ന് നേരെ മാടായിക്കാവ് പോയിട്ടല്ലല്ലോ ആളുകൾ പ്രാർത്ഥിക്കുക. അപ്പം ഈ സംഗതി ഒരു കാലത്ത് വയലാർ ശക്തമായിട്ട് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കവിതകൾ നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റും. മാത്രമല്ല അദ്ദേഹത്തിന് നല്ല ഹൈമവത ഭൂവിൽ, അത് നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് എങ്ങനെ മനുഷ്യൻ കയറി വരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ്. മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് ദൈവമാകെ ഭയപ്പെടുകയാണ്. കാരണം പണ്ട് സ്വർഗത്തിൽ നിന്ന് ഇവരെ തച്ചിറക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കയറി വന്ന് ഇങ്ങനെ പിടിക്കുകയാണ്. ഈ നക്ഷത്രത്തെ വേണമെങ്കിൽ കയ്യിൽ പറിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും ഉയരത്തിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് മനുഷ്യൻ കയറുകയാണ്. കൈലാസം എന്ന് പറയുന്നത് ശിവൻ്റെ താമസ സ്ഥലമായിരുന്നു ഒരു കാലത്ത് എന്നാണ് കരുതിയത്. അവിടത്തേക്കാണ് മനുഷ്യൻ കയറി പോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്കാണ് മനുഷ്യൻ വരുന്നത്. അഗ്നിപുരാണ എന്ന കവിതയിൽ അഗ്നി ഭഗവാനായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇപ്പോൾ എൻ്റെ കീശയിൽ ഞാൻ ആ ഭഗവാനെ കൊണ്ടു നടക്കുകയാണ്. ഇതാ ഈ തീപ്പെട്ടിയിൽ അകത്ത് അഗ്നി ഭഗവാനുണ്ട്. എന്നിട്ട് ആ തീപ്പെട്ടി ഉരച്ച് ബീഡി കത്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഈ കഥകളൊക്കെ ആലോചിക്കുകയാണ്. അപ്പം ഇങ്ങനെ എത്രയെത്ര കവിതകളിൽ അക്കാലത്ത് ഇത് വന്നിരിക്കുന്നു. പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഈ മാനവികത എന്ന് പറയുന്ന സംഗതി, ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഗതി എങ്ങനെ ഡിവൈനിറ്റി എന്ന് പറയുന്ന വാക്കിന് പകരമായി ഉയർന്നു വന്നു, അതിലൂടെ എങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോയത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ്.